ഹായ്, ഞങ്ങളിന്ന് വയനാട് നമ്മുടെ ലിഫോൻ്റെ സൈറ്റിലാണ് കേട്ടോ. ഇതൊരു 2 നില വീടാണ്. മുമ്പ് ഇതിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്സ്റ്റെയർ തുടങ്ങിയിട്ട് ഇവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ കൂടാതെ മനോട്ടം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നതുകൊണ്ട് ലിഫോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വരണ്ട, ഇവിടെ മണിയേട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം അവനും മണിയേട്ടനും കൂടി സെറ്റ് ചെയ്തോളാം, ഞങ്ങളോട് ട്രാവൽ ചെയ്യണ്ട, ഞങ്ങളോട് മീൻസ് മനോഹരനോട് ട്രാവൽ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരേ ഒരു ക്ലൈൻ്റാണ് നമ്മുടെ ലിഫോട്ടോ. പിന്നെ എന്താ വെച്ചാൽ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. വീടിൻ്റെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കൊടുത്താലും മതി. പക്ഷേ ചില ആൾക്കാർക്ക്, ചില ക്ലയൻറ്റിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമാണ്. പക്ഷേ ഇത് തന്നെ ചില ആൾക്കാർ ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് തന്നെ നിങ്ങൾ 4 മണിയാകുമ്പോഴേക്ക് എറണാകുളത്തില്ലെന്ന് ചോദിച്ച ആൾക്കാരും ഉണ്ട്. കാരണം ഞാൻ ഡിസ്ചാർജ് ആയിട്ടും കൂടി ഇല്ല. അപ്പോൾ ചില ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നമ്മളെ കമൻറ്റിൽ പറയാറുണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, വെള്ളം കുടിക്കണം. ഞാൻ അപ്പോഴും പറയാറുണ്ട് നമുക്കതൊന്നും പറ്റാത്ത കാര്യമാണ്. കാരണം പല ആൾക്കാരും പല രീതിയിലാണ് അല്ലേ. ഇപ്പോൾ 2 ആൾക്കാരേ ഉള്ളൂ നമുക്ക് അതേപോലെ കറക്റ്റ് വില്ലിങ് ആയിട്ട്. ഒന്ന് ലിഫോ, പിന്നെ അതേപോലെ തോമസ് ഏട്ടൻ. ഇവർ 2 ആളെയും പ്രൊജക്റ്റ് നടക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും ഡിലേ വന്നതും നമുക്കിങ്ങനെ ഒരു സൂക്കേട് വന്നതും. അപ്പോൾ ഇവർ നമ്മളെ കാണണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇടപഴകുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളെ ബുദ്ധിമുട്ടുകൾ, നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിലേ ആവുക, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരും നമ്മളെ ക്ലയൻസിലുണ്ട്. പിന്നെ ലിഫോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് വീട് പണിയെക്കുറിച്ചും അതേപോലെ നമ്മുടെ കൺസ്ട്രക്ഷനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അവന് A to Z അറിയാം. അപ്പോൾ അതുകൊണ്ട് അവൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ വർക്കിൽ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് മനോട്ടപ്പം അത്രയും ദൂരം. ഒന്നാമത് വയനാടാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പം ഇന്നലെയൊക്കെ ചുരത്തിൻ്റെ മുകളിൽ ഫുള്ള് ബ്ലോക്ക്, ഒരു ലോറി കുടുങ്ങിയിട്ട്. അതിൻ്റെ മുന്നേ 3 ദിവസം ബ്ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് വയനാട് എന്ന് പറഞ്ഞാൽ 140 കിലോമീറ്റർ ഉള്ളൂ പെരിന്തൽമണ്ണയിൽ നിന്ന്. ഒരു പ്രാവശ്യം നമ്മൾ വീട്ടിൽ പോയി വന്നു. ആ സമയത്താണ് ലിഫോ പറഞ്ഞത് വരണ്ടെന്നുള്ളത്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ലിഫോ ഓൾറെഡി വീട് വെക്കാൻ പ്ലാൻ ചെയ്ത ഒരാളായിരുന്നില്ല. അവർക്ക് ഓൾറെഡി വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് എന്നാൽ പിന്നെ ഒരു വീട് വെക്കാം എന്ന് പറഞ്ഞ് വീട് വെച്ചതാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലയൻറ്റ് ഇതേവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് ഇതിന് മുന്നേ ഞാൻ ലിഫോത്തിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീട് വെക്കാനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ കോൺക്രീറ്റ് രീതിയിൽ വീട് വെക്കണം വീഡിയോസ് കണ്ടിട്ട് അവന് ഇഷ്ടമായിട്ട് ഓൾറെഡി ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു വീട് വയ്ക്കാം. കാരണം അവന് 2 ആൾക്കാരല്ലേ. അവർ 2 ബ്രദേഴ്സ്. ലിഫോ മാത്രമാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. ബാക്കി ഒരാൾ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡോർ ആൻഡ് വിത്ത് വിൻഡോ വെച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോയപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റും വിചാരിച്ചു. അപ്പോഴും ഫ്രണ്ടിൽ മണി സിമെൻ്റ് ഇറക്കി വെച്ചിട്ടുണ്ടോ. അതായത് ഇതേപോലെ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ്. അതായത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീഡം കിട്ടണം. ലിഫോനോട് നമ്മളെ ഐഡിയ പറഞ്ഞപ്പോൾ ലിഫോ പറഞ്ഞു ഓക്കെ മാനോട്ടോ അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഒരു ഡോറ്, ബാക്കി കംപ്ലീറ്റ് വെൻറ്റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ അടിയിൽ നമ്മളൊരു 1 അടിയോളം കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക്, അതായത് ആ ഡോറ് 2.10 ആണെന്നുണ്ടെങ്കിൽ മറ്റേത് 1.80 വെക്കാറുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. അതിനനുസരിച്ചിട്ട് അങ്ങനെ ഒരു ഇത് തന്നപ്പോൾ ഞാൻ പറഞ്ഞു ലിഫോ ബാക്കിൽ നമുക്ക് ഇതേപോലെ ഫുൾ വിൻഡോ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിലൊരു ഫുൾ വിൻഡോ കൊടുത്തു. പക്ഷേ അതൊക്കെ കൊടുത്തതിൻ്റെ ഒരു ബെനിഫിറ്റ് എപ്പോഴാണ് മനസ്സിലാവും. ഇപ്പോൾ നമ്മളെ ഈ വീടിൻ്റെ മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് പോണത് അല്ലേ. ലിഫോ ഇവിടെ കൽപ്പറ്റ കോടതിയിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവനെ വിളിച്ചു. എന്നിട്ട് ഒരു 1 hour പെർമിഷൻ എടുത്തിട്ട് അവൻ നേരത്തെ ഇറങ്ങിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലിഫോ വരുന്നവരെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് പെരിന്തൽമണ്ണ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ അവനെയും കൂട്ടിയിട്ടാണ് പോയത്. സൈറ്റ് ഉള്ളത് 5-ാം മൈലാണ് അല്ലേ. അതായത് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങൾക്ക് ഇപ്പോൾ വയനാട്, ഒരുപാട് ആൾക്കാർ ചോദിക്കും വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടോ? ഇല്ല, വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. അപ്പോൾ വയനാട്ടിലത്തെ ഓരോ സ്ഥലപ്പേര് വെച്ചിട്ട്, അപ്പോൾ കൽപ്പറ്റയിലാണ് കോർട്ട് കിടക്കുന്നത്. നമ്മളെ പ്രൊജക്റ്റ് വരുന്നത് 5-ാം മൈലിലാണ്. ഈ വീട്ടിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കാരണം നെക്സ്റ്റ് ഇയർ വയനാട് സൈഡിലുള്ള അൾട്രാടെക്കിൻ്റെ ഫങ്ഷൻ വരുമ്പോൾ ഞങ്ങൾ ഈ വീട് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ആദ്യം അപ്ലൈ ചെയ്യണമെന്നല്ല, ഈ വീടിനുള്ള അവാർഡ് നമ്മൾ മേടിക്കണം. അതെ, മേടിക്കണം. കാരണം ഞങ്ങളിപ്പോൾ ലാസ്റ്റ് അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ ഇവർ ഇതിൽ ഫംഗ്ഷൻ്റെ സമയത്ത് നോമിനേഷൻസ് കാണിക്കണം. ഒരു 3 വീട് കാണിക്കും. അതിൽ ഒരെണ്ണത്തിനാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. 3 വീടല്ല, 100-150 വന്നിട്ടുണ്ടാവും. അതൊന്നൊരു 3 വീട് സെലക്ട് ചെയ്തിട്ട് അത് മാത്രമാണ് സ്ക്രീനിൽ കാണിക്കുക. അതിൽ ഒരു വീട് പോലും ഞങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇത്ര ഭംഗിയുള്ള വീടുകളൊന്നുമില്ല. പക്ഷേ അത് എന്ത് കണ്ടിട്ടാണ് ഈ ജൂറി സെലക്ട് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതെന്തോ അത് അവരുടെ സൈഡാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണത് ഈ വീട് എന്തായാലും ഞങ്ങൾ മേടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അവാർഡ്.
ചിലപ്പോൾ ഈ ജൂറിയുടെ സെലക്ഷനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാം ചിലപ്പോൾ നല്ല വീടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ആ വീടുകൾ സെലക്ഷനിൽ വരില്ല. അതായത് ഇത് ഒന്നുമല്ലെങ്കിൽ സാധാരണ രീതിയിൽ വലിയ വലിയ കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ അതായത് അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് കൂടുതൽ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റിനാണ് ഇവർ ഇതിൽ തന്നെ വെക്കുള്ളൂ. ഇപ്പോൾ സാധാരണക്കാരനൊരു വീട് വെച്ചു അത് ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. നാട്ടിൻപുറത്തൊരു സാധാരണ കോൺട്രാക്ടറെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ അപ്ലൈ ചെയ്യില്ല. കാരണം ആ കോൺട്രാക്ടർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിനുപയോഗിച്ച അറിയാത്തത് അങ്ങനത്തെ ഒരു ഇതാട്ടോ പറഞ്ഞത്. അല്ലാണ്ട് ജൂറിയുടെ പ്രശ്നമല്ല. ഒരു നാട്ടിൽ ഒരുപാട് വീടുകൾ വെച്ചിട്ട് അപ്പോൾ അതിനാരെങ്കിലും അപ്ലൈ ചെയ്യണമല്ലോ. അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്കിത് സെലക്ഷനായിട്ട് വരണത്. അപ്പോൾ സെലക്ഷൻ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നോർമലായിട്ട് ചെയ്യുമ്പോൾ വലിയ വലിയ കമ്പനികളാണ് ഇത് ചെയ്യും. ഞങ്ങൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളെ അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞാണ് അൾട്രാടെക്കിൻ്റെ ആൾക്കാർ അല്ലേ. കാരണം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പുതിയ കോൺക്രീറ്റ് രീതിയിൽ വീട് വെക്കണു. അതേപോലെ തന്നെ ഞങ്ങൾ ഹ്യൂജ് സിമെൻറ്റ് അൾട്രാടെക്കിൻ്റെ നിന്ന് എടുക്കണു. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ മാത്യു സാറിന് അയച്ചു. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി അയച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് സ്പെഷ്യൽ ജൂറി അപ്രിസിയേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഈ ഒരു വീടിന് നമ്മൾ അടുത്ത വർഷം മേടിക്കുന്ന പറയണത് ഞങ്ങളൊരു കോൺഫിഡൻസ് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് ഇപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് എനിക്കറിയില്ല. ഈ വീടിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഗുഡ് എന്നല്ലാണ്ട് ഒരു ബാഡ് എന്നൊരു വേർഡ് വരാൻ ഞാൻ എന്തായി കഴിഞ്ഞാൽ ചാൻസും ഇല്ല എന്നല്ല, ഞാൻ അതിന് അങ്ങനത്തെ ഒരു അവസരം കൊടുക്കില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ വീട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അതായത് ഇതിൻ്റെ ഏതൊരു വർക്കാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫുള്ള് ഞങ്ങളേതായ രീതിയിലേക്ക് ചെയ്യണമെന്നല്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ലിഫോനും ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. രണ്ടാൾക്കാർ ഐഡിയ ഉള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ അവൻ പറയുന്നത് നല്ല സജഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കും. അതല്ല ഞാനാ നല്ലത് പറയുന്നത് വെച്ചാൽ അവനും അത് ഉൾക്കൊള്ളും. അപ്പോൾ ഇതിൽ രണ്ടാൾക്കും ചിലത് പറയും പോലെ ഇപ്പോൾ തന്നെ മുകളിലത്തെ ഒരു മെയിൻ സ്ലാബിൻ്റെ കാര്യം ഇപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ പറയാം. കാരണം ഇതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ എലിവേഷനൊക്കെ നമ്മൾ ഇട്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റെയർ ഇതൊക്കെ ലിഫോൻ്റെ ഒരു ഐഡിയക്ക് ലിഫോ ചെയ്തതാണ്. ഇപ്പോൾ എല്ലാ വീടിനും ഒരു ഹാളിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുക്കുക. അപ്പോൾ ഇതൊരു കോട്ടിയാട് രീതിയിൽ ഇപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ സ്ലാബിൽ ഏറ്റവും മുകളിൽ ഇത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഔട്ട്സൈഡത്തെ ഈ ഒരു ഓപ്പണിങ് നമ്മളൊരു ഗ്രില്ലിട്ടിട്ടാവും ലാസ്റ്റ് ഫൈനലായിട്ട് കവർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പിലൊരു വീട് ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഞാനിതുവരെ കണ്ടിട്ടുമില്ല. കാരണം ഈ വീടിന് അപ്സ്റ്റെയർ ഉണ്ട്, പക്ഷേ വീടിൻ്റെ അപ്സ്റ്റെയർക്ക് പോണ കോണി പുറത്ത് കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഹാളാണ് മെയിനായിട്ടൊരു സ്പേസ് വേണ്ടത് അല്ലേ. ഇപ്പോൾ ഈ ഒരു വീട്ടുടമസ്ഥൻ മുകളിൽ കിടക്കാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് കൂടി അടുക്കളയിൽ കൂടി മുകളിൽ കയറി കടന്നാലും കുഴപ്പമില്ല. പക്ഷേ ഹാളിൽ നിന്ന് ഒരു കോണി കൊടുക്കും. ചെറിയൊരു വീട് ചെയ്യുമ്പോൾ ഹാളിൽ നിന്ന് കോണി കൊടുക്കുന്ന സമയത്ത് അവിടെ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഹാളിൽ സ്പേസ് ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളെ ബെഡ്റൂം കൊണ്ടേ കാണിച്ചു കൊടുക്കാനല്ലല്ലോ പോവുക. നമുക്കൊരു ഹാളിലാണ് ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ വേണ്ടത്. പിന്നെ വീടെന്ന് പറയണത് സത്യം പറഞ്ഞാൽ വീട്ടിലെ ആൾക്കാർക്കുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗസ്റ്റ് എന്നേലും ഒരു ദിവസം വരുന്നത് അവരാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അല്ലാതെ അപ്പോൾ ആ ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റ് വന്നുകൊണ്ട് നമ്മളെ വീട് മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെ കംഫർട്ട് ഏതാണോ, നിങ്ങൾ താമസിക്കണ വീടിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പുറത്തെ ഒരാളെ വീട് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ വീട് കണ്ടിട്ടോ അല്ല നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളെ വീട് നിങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത്. എന്നേലും ഒരു ദിവസം വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിപ്പോൾ നമ്മളെ സ്ക്വയർ ഫീറ്റിൽ വരുമോ? വരില്ല. കാരണം ഇത് പുറത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ അവന് നേരിട്ടിട്ട് കിച്ചണിൽ നിന്നാണ് അല്ല വർക്ക് ഏരിയയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുകയും ചെയ്യാം. നമ്മൾ പിന്നെ ഭാവിയിൽ അതൊരു കോട്ടിയാടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇതൊക്കെ ലിഫോൻ്റെ ഐഡിയ ആണ്. ലിഫോ അവിടെ നിന്ന് അന്തം വിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ ആദ്യം നമ്മളിവിടെ ഗ്ലാസ് ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ലിഫോ പറഞ്ഞു വേണ്ട, ഗ്ലാസ് വേണ്ട, നമുക്ക് അവിടെയും കൂടി മെയിൻ സ്ലാബ് ആക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് കാര്യം പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിനും നമുക്ക് ചെയ്യാൻ സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു വീടും അതേപോലെ നമ്മൾ തൃശ്ശൂർ തോമസ് ചേട്ടൻ്റെ വീടിനും മാത്രമാണ് നമ്മൾ പാരപ്പറ്റ് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തത് അല്ലേ. എല്ലാ ആൾക്കാരും പറച്ചിൽ മാത്രമേ ഉള്ളൂ ചെയ്യണമെന്ന്. ലാസ്റ്റ് സമയത്തുമ്പോൾ അഡീഷണൽ പൈസയാണെന്ന് പറയുമ്പോൾ ആരും ചെയ്യാറില്ല. അപ്പോൾ ഇത് പാരപ്പറ്റ് ഇതിങ്ങനെ ചെയ്യണ സമയത്ത് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയത്തെ ചുമരിന് കണക്കാക്കിയിട്ട് പാരപ്പറ്റ് കെട്ടുക. സാധാരണ പാരപ്പറ്റ് കെട്ടുക ചാട്ടത്തിനോട് ഒപ്പാക്കിയിട്ടാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചുമരിനാക്കി കെട്ടിക്കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മളത് അപ്സ്റ്റെയർ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചുമരിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. തോമസേട്ടൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ പോയപ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും സമയം കിട്ടണ്ട. ഇത് ഓരോന്നും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ.
ഇപ്പോൾ ഏകദേശം നമ്മളത് ഒരു ന്യൂ ഇയറിൻ്റെ മുന്നേ തീർക്കുന്നതാണ് ഇപ്പോൾ മോട്ട് പറയണത്. മോട്ടോന് ന്യൂ ഇയറിന് മോട്ട് നാട്ടിൽ പോവുകയാണ്. മോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ മുകളിലായി. ഓനൊരു 4 മാസം മുന്നേ പോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾക്ക് തിരക്കായ കാരണം കൊണ്ട് അവനോട് പറഞ്ഞപ്പോൾ ഓൻ ടിക്കറ്റ് മാറ്റിയതാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഇതേപോലെയാണ്. അതായത് നമ്മളെ സാഹചര്യത്തിന് ഇതിനൊക്കെ അനുസരിച്ചിട്ട് പണിയെടുക്കൊണ്ടാണ് ഈ കണ്ട വർക്കുകളൊക്കെ തീരുന്നത്. എന്നിട്ട് തന്നെ മഴയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ അന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വർഷമായി കമ്പനി തുടങ്ങിയിട്ടെന്ന്. 3 വർഷമല്ല, അത് 2 വർഷമായിരുന്നു. അത് അതിലാണ് 42 വീട്. ഒരിക്കലും പറ്റാത്ത കാര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന് മുന്നൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ 2 വർഷമായിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ആ സമയത്തൊന്ന് ബ്ലാക്ക് ഔട്ട് ആയിട്ട് 3 വർഷം എന്ന് പറഞ്ഞു. അതിലാണ് ഞങ്ങൾ 30 വീടും അതേപോലെ വിത്ത് അപ്സ്റ്റെയറും കൂടി കൂട്ടുമ്പോൾ 42 വീടായിട്ട് ഞങ്ങൾ ചെയ്തത് കേട്ടോ. 2 വർഷം ആയിട്ടില്ല കേട്ടോ. 2 വർഷത്തിന് ഇനി ഫെബ്രുവരി 26-നാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് ഭയങ്കര വലിയൊരു മിസ്റ്റേക്കാണ് ഞങ്ങൾ ചെയ്തത്. കാരണം 3 വർഷം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സെറ്റപ്പിൽ നമ്മൾ എത്ര വീട് ചെയ്യുന്നുള്ളത് നമുക്കും കൂടി ഇപ്പോൾ, കാരണം ഒരുപാട് ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അത്രയും വീടുകൾ ചെയ്യണമെങ്കിൽ പിന്നെ അതുപോലെയല്ല നമ്മൾ വർക്ക് തുടങ്ങിയ ഒരു സ്റ്റേജ് അല്ലല്ലോ. ഒന്നും കൂടി ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 ടീം വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ലിഫോൻ്റെ വീട് വെക്കാൻ പോയ സമയത്ത് ഇവിടെ ഒന്നും ഒരാളും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ലിഫോൻ്റെ വീട് കണ്ട് ഇൻസ്പിറേഷനായിട്ടാണ് തോന്നുന്നത്. എല്ലാവരും അവിടെ വീട് വയ്ക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിഫോ ഞങ്ങളോട് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലോട്ട് ലിഫോ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവർക്കും മേടിക്കാം. കാരണം ലിഫോ ഓൾറെഡി കോടതിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു കേസും കൂട്ടില്ലാത്ത പ്ലോട്ടല്ലേ ലിഫോ മേടിക്കുള്ളൂ. അപ്പോൾ ലിഫോൻ്റെ പേരില്ലാത്ത ഇപ്പോൾ അവിടെ സ്ഥലങ്ങൾ തന്നെ കച്ചവടം ചെയ്യണത്. കാരണം കോടതിത്തെ ഒരാൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാനോ നോക്കാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ മേടിക്കുക. അതുകൊണ്ട് ഇപ്പോൾ അവിടെ എല്ലായിടത്തും വീടിൻ്റെ വർക്കായി. ഇനി നമ്മൾ മെയിൻ സ്ലാബിൻ്റെ അന്നത്തെ വീഡിയോ കാണിക്കാം.